എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ റിവ്യൂലോട്ട് സ്വാഗതം. അങ്ങനെ ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയത് നമ്മുടെ സച്ചി രേവതിയും ആദ്യം ദത്തെടുക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നതാണ്. എന്നാ ഈ സമയത്ത് ശ്രുതിക്കത് തീരെ സഹിക്കാൻ പറ്റുന്നതിലപ്പുറമായിരിക്കും. വിമലാൻറ്റി പറഞ്ഞിരുന്നത്, ഇനി നീ ഇതിലൊരു അഭിപ്രായം പറയണ്ട, നിന്റെ മോനാണെന്ന് ഞാൻ പറയണം, എന്നാൽ മാത്രമേ മറ്റുള്ളവർ വിശ്വസിക്കൂ. അത് നീ മറക്കണ്ട. നിനക്ക് എന്നാ ഈ സ്നേഹമൊക്കെ തുടങ്ങിയത്? നീ അവന്റെ അമ്മയാണെന്ന് പറഞ്ഞതുപോലും കുറച്ചു നാൾക്ക് മുൻപയാ. അതുവരെ അവൻ അമ്മയില്ലാത്ത കുഞ്ഞായിട്ടാ ജീവിച്ചിരുന്നത്. ഞാനാണ് അവനെ നോക്കിയിരുന്നത്. സ്നേഹത്തിന്റെ കണക്ക് പറയുകയാണെങ്കിൽ ഞാനാണ് മുൻപിൽ നിൽക്കുക. നീ എന്റെ അടുത്ത് ഒന്നും പറയണ്ട. സച്ചി ദത്തെടുക്കുകയാണെങ്കിൽ നിന്റെ കൺമുൻപിൽ തന്നെ അവനുണ്ടാവും. നിനക്കെപ്പോഴും അവനെ കാണുമെങ്കിലും ചെയ്യാലോ. അതാ ഏറ്റവും നല്ലത്. അമ്മേ, അത് എന്റെ കുഞ്ഞാ. അമ്മ ഇനി എന്തൊക്കെ പറഞ്ഞാലും സച്ചിക്ക് രേവതിക്കും കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ മോനെ ഒരു കുറവില്ലാതെ നോക്കാൻ എന്നെ കൊണ്ട് സാധിക്കും. അമ്മേ, അവര് വരുമ്പോ പറഞ്ഞേക്കണം എന്റെ മോനെ തരില്ല എന്ന്. ഇതും പറഞ്ഞുകൊണ്ട് കല്യാണി ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ശ്രുതി ഇരുന്ന് കരയായിരിക്കും. എന്താ ഇനി ചെയ്യാന്നറിയാതെ ആകെ ടെൻഷനിലായിരിക്കും. അങ്ങനെ സച്ചിയും രേവതിയും തിരികെ വീട്ടിലോട്ട് വരികയാണ്. സച്ചിയാണെങ്കിൽ സങ്കടത്തിലായിരിക്കും കയറി വരുന്നുണ്ടായിരിക്കുക. എന്താ സച്ചി, നിങ്ങള് ആദ്യം കണ്ടോ? ആദ്യം കടല കൊടുത്തോ? ആ അച്ഛാ, ആദിക്ക് കൊടുത്തു. അവനെങ്ങനെയാ, സുഖമായിരിക്കല്ലേ? അവന് കുഴപ്പമൊന്നുമില്ല അച്ഛാ എന്ന് രേവതിയും പറയുന്നുണ്ട്. പിന്നെന്താ നിങ്ങളുടെ മുഖത്തൊരു സങ്കടം പോലെ? എന്താ പറ്റിയേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇവര് സംസാരിക്കുന്നതെല്ലാം ശ്രുതി മാറി നിന്ന് കേൾക്കുന്നുണ്ടായിരിക്കും. ഞങ്ങൾ ചെന്ന സമയത്ത് ആദ്യം കണ്ടില്ലച്ചാ. പിന്നെ അവനെങ്ങോട്ടാ പോയത്? അവന്റെ അമ്മൂമ്മയ്ക്ക് തീരെ വയ്യ, ആകെ വയ്യാതെ കിടക്കുമായിരുന്നു. ഞങ്ങള് വന്ന സമയത്ത് ആദ്യം അവിടെ ഉണ്ടായിരുന്നില്ല. നോക്കാനായിട്ട് വേറെ ആരെ ഏൽപ്പിച്ചിരിക്കുക. അല്ല, അവരുടെ മകളില്ല അവിടെ? മകളൊന്നുമില്ല അച്ഛാ. അവര് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു പോയെന്നാ പറഞ്ഞത്. നോക്കാനായിട്ട് ഒരു നേഴ്സിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് മതിയല്ലോ അവൾക്ക്. സ്വന്തം അമ്മയ്ക്ക് ഇത്രയും വയ്യാന്നറിഞ്ഞിട്ടും ആ മകള് വന്നില്ലേ? ഇല്ലച്ചാ, അത് തന്നെയാ ഞാനും പറയുന്നേ. എന്തു ക്രൂരയാണല്ലേ അവള്. അവളുടെ കുഞ്ഞല്ലേ അത്. മോളെ രേവതി, നിനക്ക് അവരെ മകളെ ഒന്ന് വിളിക്കായിരുന്നില്ലേ? അച്ഛാ പലതവണ പറഞ്ഞതാ ഒന്ന് വിളിച്ച് ഫോൺ തരാൻ. പക്ഷേ വിമലാൻറ്റി സമ്മതിക്കുന്നില്ല. ആര് പറഞ്ഞാലും അവള് കേൾക്കുന്നുണ്ടായിരിക്കില്ല. അതുകൊണ്ടായിരിക്കും ഫോൺ വിളിച്ച് തരാത്തത്. അവള് ഇവരുടെ അടുത്തോട്ട് വരാത്തതേ ചിലപ്പോ അവള് കല്യാണം കഴിഞ്ഞ് പോയിട്ടുണ്ടായിരിക്കും. വേറെ ആരെങ്കിലും കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കായിരിക്കും. സച്ചേട്ടാ, നമ്മൾ അങ്ങനെയൊന്നും പറയരുത്. എന്ത് സാഹചര്യമാണെന്ന് നമുക്കറിയില്ലല്ലോ. വരാൻ പറ്റാത്ത വല്ല സാഹചര്യം ആയിരിക്കും. അതുകൊണ്ടായിരിക്കും വിമലാൻറ്റിന്റെ മോള് വരാത്തത്. അങ്ങനെയൊന്നും അല്ല. ഇവിടെയുണ്ടല്ലോ ഒരു സോഡാ കുപ്പി. ഓടിപ്പോകുന്നവൻ അവനേക്കാ വലിയ ഫ്രോഡാ അവള്. അവളെന്തായാലും ഇനി ആദിയെയും അമ്മയെയും കാണാനൊന്നും ഇങ്ങോട്ട് വരില്ല എന്നാ എനിക്ക് തോന്നുന്നേ. ഇതൊക്കെ കേട്ട് ശ്രുതി ആകെ സങ്കടത്തിലായിരിക്കും നിൽക്കുന്നുണ്ടായിരിക്കുക. ആ അമ്മയുടെ കാലം കഴിഞ്ഞാ പിന്നെ ആദിയുടെ കാര്യം എന്തായിരിക്കും എന്ന് രവി പറയാണ്. അച്ഛാ, അതിന് ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. എന്ത് കാര്യടാ? അപ്പോഴേക്കും ചന്ദ്ര ഡാൻസ് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലോട്ട് കയറി വരുന്നുണ്ട്. പെട്ടെന്ന് ചന്ദ്രയെ കാണുമ്പോ, അച്ഛാ അത് പിന്നെ ആ മറ്റേ കാര്യമുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ വേറെ കാര്യങ്ങൾ സംസാരിക്കാണ്. എന്താടാ നീ എന്താ പറയുന്നേ? നീ പറയാൻ വന്ന കാര്യം പറ. അച്ഛാ, അമ്മ വന്നിട്ടുണ്ട്. എന്താ രേവതി, നീ ഇപ്പൊ വന്നേ ഉള്ളൂ? അത് പിന്നെ അമ്മേ, അവള് വന്നിട്ടേ 1 വർഷം ആയിട്ടുണ്ട്. സച്ചി, ഞാൻ നിന്നോടല്ല ചോദിച്ചത്, രേവതിയോടാ ചോദിച്ച്. നീ എന്തിനാ എന്നെ മറുപടി തരുന്നേ? എടി വേഗം പോയിട്ട് എനിക്ക് ഗ്ലാസ് ചായ എടുത്തിട്ട് വാ എന്നും പറഞ്ഞ് ചന്ദ്ര റൂമിലോട്ട് പോവാണ്. അച്ഛാ, അമ്മ ഉള്ളപ്പോ പറഞ്ഞിട്ടുണ്ടെങ്കിലേ അത് മതി ഇന്നത്തേക്കുള്ളത്. അല്ല, നീ എന്താ പറയാൻ വന്നത്? അച്ഛാ, ആദ്യം ദത്തെടുക്കുന്ന കാര്യ. ആദ്യം ദത്തെടുത്ത് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നോട്ടെ. ഇപ്പൊ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കുന്നില്ല എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? അത് പിന്നെ അച്ഛാ, പെട്ടെന്ന് അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആദ്യം തനിച്ചല്ലേ. എന്റെ ചെറുപ്പാച്ച ഞാൻ അവനെ കാണുന്നത്. എനിക്കാണെങ്കില് അച്ഛനും അച്ഛമ്മയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവന്റെ കാര്യം അതല്ല. ഇനി എന്നെ പോലെ വീണ്ടും ഒരു സച്ചി ഇവിടെ ഉണ്ടാവരുത്. അവനെ ഞാൻ ദത്തെടുക്കാച്ചാ. ഞങ്ങൾ രണ്ടുപേരും പൊന്നുപോലെ നോക്കിക്കോളാം. അങ്ങനെ രേവതിയും പറയുന്നുണ്ട്. അച്ഛാ, എനിക്ക് ഇനിയൊരു കുഞ്ഞുണ്ടായാലും എന്റെ മൂത്ത മോനായിട്ട് ഞാൻ ആദ്യം വളർത്തും. നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നതില് അച്ഛനൊരു എതിർപ്പുമില്ല. നല്ല കാര്യമായിട്ട് തന്നെ അച്ഛന് തോന്നുന്നേ. പക്ഷേ അങ്ങനെയല്ലല്ലോ. നമ്മൾ മാത്രമായിട്ട് ഒരു തീരുമാനം എടുക്കാൻ പറ്റുമോ? ഇത് അത്ര പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല എന്നാ എനിക്ക് തോന്നുന്നേ. അതെന്താ അച്ഛാ? അല്ല, ഇത് ചന്ദ്രയുടെ അടുത്ത് പറയണ്ടേ? എന്തെങ്കിലും ചെറിയൊരു കാര്യം പറഞ്ഞാൽ തന്നെ അവൾ എങ്ങനെ പ്രതികരിക്കാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈ ഒരു കാര്യം അവൾ അറിഞ്ഞു കഴിഞ്ഞാൽ അവളുടെ പ്രതികരണം എങ്ങനെയാണെന്ന് ഓർത്ത് എനിക്ക് വല്ലാണ്ട് പേടിയാവുന്നുണ്ട്. അച്ഛാ, എനിക്ക് ഈ കാര്യത്തില് അച്ഛന്റെ സമ്മതം മാത്രം മതി. ഇനി അവന്റെ അമ്മ സമ്മതിക്കോ? അവരെന്ത് സമ്മതിക്കാൻ? അവർക്ക് ആദ്യം വേണമെങ്കിൽ അവര് വന്ന് നോക്കില്ലേ? അതൊന്നും അല്ലല്ലോ ചെയ്യുന്നത്. എന്തൊക്കെ തടസ്സമായി വന്നിട്ടുണ്ടെങ്കിലും എല്ലാം മറികടന്ന് ഞാൻ ആദ്യയെ ഈ വീട്ടിലോട്ട് കൊണ്ടുവരും, എന്റെ മോനായിട്ട് എന്ന് സച്ചി പറയുന്നുണ്ട്. നമുക്ക് ആലോചിക്കാം എന്ന് രവി പറയാണ്. ഇത് കേട്ട് എന്താ ചെയ്യേണ്ടതെന്നറിയാതെ ആകെ വിഷമത്തിൽ നിൽക്കുന്നുണ്ടായിരിക്കും ശ്രുതി. എന്നാ ശ്രുതിക്കൊരു ഐഡിയ മനസ്സിൽ തോന്നാണ്. അങ്ങനെ നേരെ ചെല്ലുന്നത് ചന്ദ്രയുടെ അടുത്തോട്ടായിരിക്കും. ആന്റി,
ആ നീയായിരുന്നോ? ഞാൻ കരുതി രേവതിയാവൂന്ന്. അവളെടുത്ത് എത്ര നേരായി ഞാനൊരു ഗ്ലാസ് ചായ ചോദിച്ചിട്ട് ഇതുവരെ ചായ ആയില്ലേ എന്ന് ചന്ദ്ര ചോദിക്കുമ്പോ ശ്രുതി പറയുന്നുണ്ട്, ആന്റി അതെനിക്കറിയില്ല. ആന്റി ഇവിടെ നടക്കുന്ന കാര്യങ്ങള് എന്തെങ്കിലും അറിയുന്നുണ്ടോ? എന്താ അവരെന്താ സംസാരിക്കുന്നതെന്ന് ആന്റി കേട്ടോ? അത് ആ ചെക്കനുണ്ടല്ലോ, ആ ചെക്കനെ കടല കൊണ്ടുപോയി കൊടുത്ത കാര്യം, അവന്റെ കാര്യം സംസാരിക്കായിരിക്കും. അല്ലാതെന്താ അവര് സംസാരിക്കാൻ? അതൊന്നുമല്ല ആന്റി സംസാരിക്കുന്നത്. ആദ്യേ സച്ചി ദത്തെടുക്കുന്ന കാര്യാ അവര് പറയുന്നത്. ഹോ അതല്ലേ അന്ന് പറഞ്ഞിരുന്നേ? അന്ന് അത് വേണ്ടായിരുന്നു ഞാൻ പറഞ്ഞതാണല്ലോ. ആന്റിക്ക് ഒരു വിലയും തരുന്നില്ല, അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇതെന്താ കണ്ണി കണ്ട കുഞ്ഞുങ്ങളൊക്കെ കൊണ്ടുവരാന് ഇവിടെ എന്താ വല്ല മഠമാണോ? ഇത് കേൾക്കുമ്പോ ശ്രുതി ഉറക്കെ പറയുന്നുണ്ട്, ആന്റി ആന്റി എന്താ ഈ പറയുന്നേ? അല്ല നീ എന്തിനെങ്ങനെ ഒച്ചയിടുന്നേ? അതല്ല ആന്റി എങ്ങനെയെങ്കിലും ഇത് മുടക്കണം. എന്താന്ന് വെച്ച ചെയ്തോട്ടെ, അവരുടെ കാര്യല്ലേ. അവര് കുട്ടിയെ എടുക്കേ എടുക്കാതിരിക്കേ എന്ത് വേണമെങ്കിൽ ചെയ്യാം. ആന്റി ഇങ്ങനെ ഒരു കാര്യം നടന്നാ നാട്ടുകാര് ആന്റിയോടല്ലേ ചോദിക്കുക? എന്നോട് ഒരു നാട്ടുകാരും ചോദിക്കില്ല. ഇനി എന്നോടായിരിക്കില്ല ചോദിക്കുക, അവളെടുത്താവും ചോദിക്കുക. അവൾക്ക് എന്തെങ്കിലും പ്രശ്നമുള്ള കാരണമായിരിക്കും ഒരു കുഞ്ഞിനെ ദത്തെടുത്തെന്നാ എല്ലാവരും പറയൂ. എന്നെ ഒന്നും ആരും കുറ്റപ്പെടുത്തി പറയില്ല. എന്നാലും ആന്റി അതിന്റെ ആവശ്യമുണ്ടോ? ഇങ്ങനെ ഒരു കുഞ്ഞിനെ ഇങ്ങോട്ട് കൊണ്ടുവരണോ? എനിക്കറിയാം നീ എന്തോർത്താ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതെന്ന്. ഈ വീട്ടിലെ മൂത്ത മരുമകള് നീയാണ്. നിനക്ക് അതിൻ്റെതായിട്ടുള്ള ഉത്തരവാദിത്തം ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ നീ വിഷമിക്കണ്ട. എന്തായാലും അവരാ കുഞ്ഞിനായിട്ട് ഇങ്ങോട്ട് വരട്ടെ. എന്നാ അവരെ രണ്ടുപേരെയും ഇവിടുന്ന് ഞാൻ പുറത്താക്കും. ഒരു കാരണം അവര് തന്നെ ഉണ്ടാക്കുക. എന്തായാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ. കുഞ്ഞുമായിട്ടിങ്ങ് വരട്ടെ. അപ്പോഴല്ലേ ഈ ചന്ദ്ര ആരാണെന്ന് മനസ്സിലാവുക. അവരെ ഞാൻ ഈ വീടിന്റെ പടി കടത്തും. നീ നോക്കിക്കോ, ഇത് നല്ലൊരു അവസര. ശ്രുതി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. ഞാൻ കരുതിയത് ആന്റിയുടെ അടുത്ത് പറഞ്ഞ ആന്റി ഇതൊരു വലിയ പ്രശ്നമാക്കി ഇത് നടക്കില്ല എന്നാ. സച്ചിയെയും രേവതിയെയും ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാന് ഒരു കാരണമായിട്ടാണല്ലോ ആന്റി കാണുന്നേ എന്ന് കോർത്ത് നിൽക്കുമ്പോഴായിരിക്കും, എന്താ ശ്രുതി നീ എന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല ആന്റി, ഞാൻ ചുമ്മാ വെറുതെ ഓരോന്ന് ആലോചിച്ചതാ. നീ ഇനി ഒന്നും ആലോചിക്കണ്ട, എല്ലാം നല്ല പോലെ നടക്കും. പിന്നെ ഞാൻ കുറേ നേരമായി ഒരു ചായ ചോദിച്ചിട്ട്. അവളാണെങ്കിലേ അവൾ അമ്മയെടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. നീ പോയിട്ട് അവളോട് എനിക്കൊരു ചായ എടുത്തുകൊണ്ട് വരാൻ പറ. അങ്ങനെ ശ്രുതി അവിടെ നിന്ന് പോവാണ്. എന്നാ ശ്രുതി മനസ്സിലിങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല. ഞാൻ തന്നെ മുൻകൈ എടുത്ത് ഇക്കാര്യത്തിലൊരു തീരുമാനം എടുക്കണമെന്ന് ശ്രുതി തീരുമാനിക്കുന്നു. പിന്നീടാണെങ്കിൽ പിറ്റേ ദിവസം മീരയെ കൂട്ടി ഒരു സ്കൂളിലോട്ട് പോകുന്നുണ്ട്. ടൗണിൽ നിന്ന് കുറച്ചു മാറി ഒരു സ്കൂളിലായിരിക്കും ആദിക്ക് അഡ്മിഷനായിട്ട് പോകുന്നത്. മീര ചോദിക്കുന്നുണ്ട്, എന്തിനാ ഈ വർഷം കഴിയാറായില്ലേ? ഇത് കഴിഞ്ഞിട്ട് നീ അടുത്ത വർഷം ആവുമ്പോഴേക്കും ഇങ്ങോട്ട് വന്ന് ചേർത്തിയാ പോരെ? അത് പറ്റില്ല. ഇതിപ്പോ സ്കൂൾ അവസാനം ആയെങ്കിലും ഇവിടെ കൊടുന്ന് ചേർത്തുന്നതാ നല്ലത്. പിന്നെ നീ എന്തിനാ ഇത്രയും ദൂരെയുള്ള സ്കൂളിൽ ചേർത്തുന്നേ? നിന്റെ അടുത്ത് തന്നെ ടൗണിലായിട്ട് ഒരു സ്കൂളിൽ ചേർത്തിയാ പോരെ? അത് പറ്റില്ല, അതൊന്നും ശരിയാവുന്ന കാര്യമല്ല. നിനക്ക് ആദ്യം കാണാൻ വരാനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കില്ലേ? ഒരു ബുദ്ധിമുട്ടുമില്ല. എനിക്കിത്തിരി ബുദ്ധിമുട്ടായാലും ഒരു കുഴപ്പമില്ല. നീ എന്താ പറഞ്ഞു വരുന്നേ? ടൗണിലെ സ്കൂളിൽ ചേർത്തിട്ടുണ്ടെങ്കിൽ നിന്റെ വീട്ടുകാർ അവനെ കാണുമെന്നാണോ? ചിലപ്പോൾ കണ്ടാലോ, പറയാൻ പറ്റില്ല. രേവതിയാണെങ്കിൽ പൂ കൊടുക്കാനായിട്ട് എല്ലാ സ്ഥലത്തേക്കും പോകുന്നതാ. എൻ്റെ കഷ്ടകാലത്തിന് ചിലപ്പോൾ ആദ്യ ടൗണിലെ സ്കൂളിലാണെങ്കിൽ അവിടേക്കും പൂവായിട്ട് വരും. ചിലപ്പോൾ ഒരു കാര്യമില്ലാതെ അവിടെ നിന്ന് വലിയ ഓർഡർ അവൾക്ക് കിട്ടിയെന്നും വരും. അങ്ങനെ ആദ്യം കണ്ട അവൾ ആദ്യം കൊണ്ട് വീട്ടിലോട്ട് വരും. അതുമാത്രമല്ല, സച്ചിയുടെ കാര്യം അറിയാലോ. അവന് വല്ല ഓട്ടവും കിട്ടിയിട്ടുണ്ടെങ്കിൽ ആദ്യയുടെ സ്കൂളിൽ നിന്നൊക്കെ ആണെങ്കിൽ ആദ്യനെ കണ്ട അതും പ്രശ്ന. അതുകൊണ്ട് അതൊന്നും വേണ്ട. കുറച്ച് റിസ്ക് എടുത്താലും കുറച്ച് മാറി ഈ സ്കൂളിൽ തന്നെ ചേർത്തിയാൽ മതി. ഇവിടെ അടുത്ത് തന്നെയാ ഞാനൊരു വീട് വാടകയ്ക്കും എടുക്കുന്നത് അവർക്ക് താമസിക്കാനായിട്ട്. അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും കാണില്ല. പിന്നെ ആദ്യ ദിവസം സ്കൂൾ ബസ്സിലല്ലേ പോകുന്നത്, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. എന്തായാലും അവരെ എത്രയും പെട്ടെന്ന് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരണം. അല്ലെ വീണ്ടും സച്ചിയും രേവതിയും ആദ്യം ദത്തെടുക്കുന്ന കാര്യത്തിനായിട്ട് വീട്ടിലോട്ട് പോവും. അതിനുള്ളൊരു സാഹചര്യം ഇനി വരുത്താൻ പറ്റില്ല. എന്നാലും ഈ സ്കൂൾ ഇത്തിരി വലിയ സ്കൂളല്ലേ, ഇവിടെയൊക്കെ ചേർത്തണമെങ്കിൽ നല്ല പൈസയാ. അതൊന്നും നോക്കണ്ട. വീട്ടുവാടകയും ഇതൊക്കെ നിന്നെ കൊണ്ട് എത്തോ? എല്ലാം ഞാൻ നോക്കിക്കോളാം. അങ്ങനെ ആദിയുടെ അഡ്മിഷനായിട്ട് പ്രിൻസിപ്പാളുമായിട്ട് സംസാരിക്കുകയാണ്. എൻ്റെ മോനിവിടെ അഡ്മിഷനായിട്ട് വന്നതാ. ഇതിപ്പോ സ്കൂൾ പകുതിയായി. എന്നാലും അഡ്മിഷൻ എടുക്കുന്നോണ്ട് വല്ല കുഴപ്പമുണ്ടോ? അതൊന്നും കുഴപ്പമില്ല. 100 രൂപ കൊടുത്ത് അഡ്മിഷൻ ഫോം വാങ്ങിക്കണം. എന്നിട്ട് അത് ഫില്ല് ചെയ്ത് ഈ ആഴ്ചയ്ക്കുള്ളിൽ കൊണ്ടു തന്നാൽ മതി. പിന്നെ കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ്, പ്രൂഫ് ഒക്കെ കൊണ്ടുവരണം. പിന്നൊരു കാര്യം, ഇപ്പോൾ പകുതിയായി സ്കൂളെങ്കിലും ഫീസിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പറ്റില്ല. 1 ഇയറിന്റെ ഫീസ് മുഴുവനായിട്ടും അടയ്ക്കണം. എന്നാ മീര ചോദിക്കുന്നുണ്ട്, അതെന്തിനാ മുഴുവനായിട്ടും അടയ്ക്കുന്നേ? ഇതിപ്പോ പകുതി കഴിഞ്ഞില്ലേ? അപ്പോ പകുതി ഫീസ് അടച്ചാ പോരെ? എന്നാ ഞാനൊരു കാര്യം ചെയ്യാം, എക്സാമിന് പകുതി മാർക്ക് തരാം. അത് മതിയോ? മീരെ നീ ഒന്നും മിണ്ടാതിരിക്കേ. എന്തായാലും ഫീസ് ഞാൻ അടയ്ക്കാം. ഈ ആഴ്ച തന്നെ ഞാൻ മോനായിട്ട് വരാം. എന്നിട്ട് എല്ലാ കാര്യങ്ങളും റെഡിയാക്കാം എന്നൊക്കെ പറഞ്ഞ് ശ്രുതി അവിടെ നിന്ന് പോകുന്നുണ്ട്. എന്നാ മീര പറയുന്നുണ്ട്, എടി ഇവിടെ ഭയങ്കര ഫീസാ, ഇവിടെ തന്നെ പഠിപ്പിക്കണോ?
നല്ല സ്കൂളാ, ഇവിടെ പഠിക്കുകയാണെങ്കിൽ അവൻ നന്നായിട്ട് പഠിക്കും. ഞാൻ നിന്റെ അടുത്തൊരു കാര്യം പറയട്ടെ. എന്തായാലും സച്ചിയും രേവതിയും കുഞ്ഞിനെ ദത്തെടുക്കാന്ന് പറയുന്നുണ്ട്. നീ ഒരു കാര്യം ചെയ്യ്, നീ എടുക്ക് കുഞ്ഞിനെ. ആദ്യം നിനക്ക് കൂടെ തന്നെ നിർത്തി നോക്കാലോ. പിന്നെ ആദ്യം നിന്നെ അമ്മയെന്ന് വിളിച്ചാലും ഒരു കുഴപ്പം വരില്ല. ഇതിപ്പോ വല്ലാത്ത ഐഡിയ ആയല്ലോ. ഇതൊന്നും നടക്കുന്ന കാര്യമില്ല മീരെ. എന്റെ അമ്മായിമ്മയുടെ കാര്യം നിനക്കറിയാലോ, അതിലൊന്നും സമ്മതിക്കില്ല. ഏതു നേരം എന്നാ എനിക്കൊരു കുഞ്ഞിനെ താലോലിക്കാൻ പറ്റേന്ന് പറഞ്ഞാ എന്റെ പുറകെ നടക്കുന്നത്. ഇക്കാര്യം സുധിയെ പറഞ്ഞ് സമ്മതിപ്പിച്ചാലും ആന്റി സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. ഇതൊന്നും നടക്കാത്ത കാര്യ. അവൻ വലുതാവും തോറും എനിക്ക് പേടിയാവുക. അവന്റെ ഓരോ ചോദ്യത്തിനും മറുപടി കൊടുക്കാൻ എന്നെ കൊണ്ട് സാധിക്കുന്നില്ല. ഇപ്പൊ പോകുന്ന പോലെ അങ്ങ് പോയാ മതി. എന്തായാലും ആദ്യയെയും അമ്മയെയും എത്രയും പെടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവരണം. ഞാൻ അമ്മയ്ക്ക് വിളിച്ച് കാര്യങ്ങളൊക്കെ പറയട്ടെ. എന്നാ നീ വിളിക്ക്. ഞാനേ ഈ സ്കൂളില് ഇത്രയും ഫീസ് കൊടുക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാ ഉള്ളേന്ന് ഒന്ന് നോക്കിയിട്ട് വരാമെന്നും പറഞ്ഞ് മീര പോകുന്നുണ്ട്. അങ്ങനെ ശ്രുതി വിമലാന്റിക്ക് വിളിക്കാണ്. കല്യാണി, എന്താ കല്യാണി, നീ എന്താ വിളിച്ചേ? എത്രയും പെട്ടെന്ന് ആദ്യ അമ്മയും ഇങ്ങോട്ട് വരാനുള്ള കാര്യങ്ങൾ നോക്കിക്കോ. അടുത്ത ആഴ്ച എന്തായാലും നിങ്ങൾ ഇങ്ങോട്ട് വരേണ്ടി വരും. ഇവിടെ സ്കൂളിൽ ആദ്യക്ക് ഞാൻ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. അടുത്തൊരു വീട് ഞാൻ വാടകയ്ക്കും എടുത്തിട്ടുണ്ട്. ആണോ? നല്ല കാര്യം. ഇപ്പോഴാ എനിക്കൊരു സമാധാനമായത്. ഇതുവരെ എൻ്റെ കാലശേഷം അല്ലെങ്കിൽ നീ ആദിക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്നൊരു തോന്നലായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. എന്തായാലും അമ്മയ്ക്ക് സന്തോഷമായി. എത്രയും പെട്ടെന്ന് അങ്ങോട്ട് വരാൻ വേണ്ടി പറ്റട്ടെ എന്നൊക്കെ വിമലാന്റി പറയാണ്. അമ്മ ഇനി ടെൻഷനൊന്നും അടിക്കണ്ട. എല്ലാ കാര്യങ്ങളും നല്ല രീതിക്ക് നടക്കും. എന്തായാലും വരേണ്ട കാര്യങ്ങളെല്ലാം ആദ്യയുടെ അടുത്ത് പറയണം കേട്ടോ എന്നും പറഞ്ഞ് ശ്രുതി ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ശ്രുതിക്കും ഏകദേശം സമാധാനമാവുന്നുണ്ട്. സച്ചിയുടെയും രേവതിയുടെയും കൺമുന്നിൽ നിന്ന് എങ്ങനെയെങ്കിലും ആദ്യയെയും അമ്മയെയും ഒന്ന് മാറ്റി താമസിപ്പിക്കണം. എന്നാൽ കുറച്ചു നാളത്തേക്ക് വലിയ പ്രശ്നങ്ങളും ഒന്നുമില്ലാതെ മുന്നോട്ട് പോയെന്നാണ് ശ്രുതി കരുതുന്നത്. എന്തായാലും സച്ചിയും രേവതിയും അവരെ കൈവിടാൻ ഉദ്ദേശിച്ചു കാണില്ല. എവിടെ പോയാലും അവര് ആദ്യയെയും വിമലാന്റിയെയും കണ്ടെത്തും. അതുറപ്പാ. വരും എപ്പിസോഡിൽ നമുക്കതൊക്കെ കണ്ടറിയാം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ കമന്റ് അറിയിക്കാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ.